വെൽക്കം ബാക്ക് ടു ഷാപ്സ് വ്ലോഗ്. ഇന്ന് ഞാൻ എൻ്റെ കേളി ഹെയർ റൂട്ടിനാണ് കാണിക്കാൻ പോകുന്നത്. എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസ്സിയും ഡ്രൈയും ആണ്. കേളി ഹെയർ ഉള്ള ഒരുവിധം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഫ്രിസ്സി ആയിട്ടുള്ള ഹെയർ കേളിംഗ് ക്രീം അപ്ലൈ ചെയ്ത് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നു. ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്ത് നല്ല രീതിയിൽ ഹെയർ വാഷ് ചെയ്യണം. നമ്മുടെ മുടി നല്ല വെറ്റായിരിക്കണം ക്രീം അപ്ലൈ ചെയ്യാൻ നേരം. ഫിക്സ് മൈ കേൾസിൻ്റെ കേൾ ക്വിഞ്ചിങ് ഹെയർ ബട്ടർ എന്ന് പറയുന്നൊരു ക്രീമാണ്. അത് നമ്മുടെ ഹെയറിന് നല്ല മോയ്സ്ചറൈസ് ആക്കാൻ സഹായിക്കും. ഡീഹൈഡ്രേഷൻ കാരണമാണല്ലോ നമ്മുടെ മുടി പെട്ടെന്ന് ഫ്രിസ് ആവുന്നത്. അപ്പോൾ ഈ ക്രീം നമ്മുടെ മുടി മോയ്സ്ചറൈസ് ചെയ്യും, നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ സഹായിക്കും. കുറച്ച് ക്രിഞ്ചിങ് ക്രീം എടുത്തിട്ട് ഹെയറിൽ താഴോട്ട് ഇങ്ങനെ നല്ല രീതിയിൽ തേച്ച് കൊടുക്കാം. റൂട്ടിൽ അപ്ലൈ ചെയ്യേണ്ട. ഞാനിങ്ങനെ ഓരോ സെക്ഷൻ വൈസ് എടുത്തിട്ട് എല്ലായിടത്തും നല്ല രീതിയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. ഈ കേളി ഹെയർ തന്നെ പലർക്കും പല ടൈപ്പായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഹെയറിൻ്റെ സ്ട്രക്ചർ, പൊറോസിറ്റി, ഡെൻസിറ്റി ഒക്കെ അനുസരിച്ച് ഓരോരുത്തരുടെയും ഹെയർ ഡിഫറെൻ്റ് ആയിരിക്കും. എൻ്റെ ഹെയറിലാണെങ്കിൽ മേൽവശത്തൊക്കെ ആണെങ്കിൽ എൻ്റേത് കേളി ഹെയർ ആണ്. താഴോട്ട് വരുമ്പോഴത്തേക്ക് അത് വേവി ആയിട്ട് വരും. അപ്പോൾ തന്നെ നമ്മൾ കേളിംഗ് ക്രീം അപ്ലൈ ചെയ്താൽ തന്നെയും കുറച്ച് നേരം മുകളിലത്തെ ഹെയറൊക്കെ നല്ല രീതിയിൽ കേളായിട്ട് കിടക്കും. താഴത്തെ ഹെയർ അത്രയ്ക്ക് അങ്ങ് കേളാവത്തില്ല. ഹെയറിൽ നല്ല രീതിയിൽ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുക. ഹെയറിൽ ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഹെയറൊക്കെ നല്ല ഡിഫൈൻഡ് ആയിട്ട് കിടക്കാൻ സഹായിക്കും. ഒന്നെങ്കിൽ നമുക്ക് സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഫിംഗർ കോയിലിംഗ് ചെയ്യാം. ഫിംഗർ കോയിലിംഗ് എന്താണെന്ന് അറിയാത്തവർക്ക് അതൊരു കേളി ഹെയർ സ്റ്റൈലിംഗ് മെത്തേഡാണ്. കുറച്ച് കുറച്ച് ഹെയർ സെക്ഷൻ വൈസ് എടുത്ത് ഇങ്ങനെ ഫിംഗറിൽ നമുക്കിങ്ങനെ റാപ്പ് ചെയ്തെടുക്കാം. നല്ല വെറ്റ് ഹെയർ ആയിരിക്കും. അഥവാ നിങ്ങളുടെ ഹെയർ ഡ്രൈ ആവുകയാണെങ്കിൽ നമുക്ക് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതാണ് ചുരുട്ടിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഫ്രിസ് ഫ്രീ ആയിട്ടുള്ള ഡിഫൈൻഡ് യൂണിഫോം കേൾസ് കിട്ടാൻ സഹായിക്കും. ഡിഫൈൻഡ് കേൾസൊക്കെ കിട്ടുമെങ്കിലും ഇതിന് കുറേ സമയം വേണ്ടി വരും. നിങ്ങൾക്ക് കുറച്ച് ക്ഷമയും സമയവും ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കുറച്ച് മുടിയെടുത്ത് ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ടെക്നിക്കില്ലേ സ്ക്രഞ്ചിങ്, അത് ചെയ്യാം. ഇതിപ്പം ഞാൻ ചെയ്ത മുടിയും ഇത് ചെയ്യാത്ത മുടിയുമായിട്ടുള്ള വ്യത്യാസം കണ്ടോ? നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കുറച്ചധികം സമയം എടുത്തിട്ടാണെങ്കിലും നമ്മൾ ഫുള്ള് മുടിയും അങ്ങനെ ഫിംഗർ കോയിലിംഗ് ചെയ്തു. കണ്ടോ? ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള നല്ല അടിപൊളി കേൾസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ചെയ്ത് കഴിയുമ്പോൾ മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. നേരത്തെ നല്ല ഫ്രിസ്സി ആയിരുന്നല്ലോ. നമുക്ക് ഈ കേൾസ് ഇതുപോലെ 2-3 ദിവസം വരെ ഇങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഫിക്സ് മൈ കേൾസിൻ്റെ തന്നെ ഫ്ലാക്സീഡ് ജെല്ലി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ മുടിയുടെ ആ മോയ്സ്ചർ കണ്ടന്റ് ലോക്ക് ചെയ്ത് വെക്കാൻ സഹായിക്കും. അതിനുശേഷം നമുക്ക് എയർ ഡ്രൈ ചെയ്യാം, അതല്ലെങ്കിൽ ഡിഫ്യൂസർ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മുടി പിടിക്കാനും കോംബ് ചെയ്യാനൊന്നും പാടില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ടു യുവർ കേളി ഹെയർ ഫ്രണ്ട് ആൻഡ് സബ്സ്ക്രൈബ്.